പ്രൈസ് ദി ലോർഡ്. ഏവർക്കും ക്രിസ്തുയേശുവിന്റെ തന്നെ നാമത്തിൽ വന്ദനം. എന്തുണ്ടോ വിശേഷം? സുഖമായിരിക്കുന്നു. പിന്നെ കുറച്ച് നാളായല്ലോ നിങ്ങളെ കണ്ടിട്ട്. ഡെയിലി സന്ദേശം കേൾക്കുന്നുണ്ടോ? ഒരു 2-3 പേർക്കൊക്കെ, കൂട്ടുകാർക്കൊക്കെ ഇതൊക്കെ ഒന്ന് ഫോർവേഡ് ചെയ്ത് വിടണേ. വേറെ എന്തെല്ലാം കാര്യം നമ്മൾ ഫോർവേഡ് ചെയ്യുന്നു കേട്ടോ. ഒരു 2-3 പേർക്ക്, അധികം ആൾക്കാർക്കൊന്നും വേണ്ട. നിങ്ങൾ പറയും പാസ്റ്ററെ ലേറ്റായിട്ടാണ് കിടന്നത്, അതുകൊണ്ട് എഴുന്നേറ്റപ്പോൾ ലേറ്റായി, അതുകൊണ്ട് അത് അയക്കാൻ പറ്റിയില്ല എന്നൊരു പക്ഷേ നിങ്ങൾ പറയാൻ സാധ്യത കൂടുതലാണ്. 24 മണിക്കൂറുണ്ടല്ലോ, ഓരോ ദിവസത്തെയും ഡേറ്റ് വെച്ചാണ് ഞാൻ സന്ദേശം നിങ്ങൾക്ക് കൈമാറുന്നത്. അത് നിങ്ങൾക്ക് ആ ദിവസം തന്നെ എത്ര പേർക്കും ഏത് സമയത്തും അയക്കാം. ദൈവസമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. തീരെ ലേറ്റായിട്ട് കിടന്നത് കൊണ്ട് പലപ്പോഴും നമുക്ക് ഒരു ചിന്തയുണ്ടാകും, എന്നാൽ പിന്നെ ലേറ്റായിട്ട് എഴുന്നേറ്റാൽ മതി. അല്ല, അങ്ങനെയല്ല. നമ്മുടെ ചില ആളുകൾ ഉദയസൂര്യനെ കണ്ടിട്ട് കുറെ കാലമായി. അവർക്ക് ഉദിച്ചു നിൽക്കുന്ന, കത്തി ജ്വലിച്ചു നിൽക്കുന്ന 7 മണിക്കത്തെയും 8 മണിക്കത്തെയും സൂര്യന്മാരെ അവർ കണ്ടിട്ടുള്ളൂ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവരുണ്ട്, അധികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവരുണ്ട്. സ്തോത്രം. അത് സ്ഥിരമാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് രാവിലെ എഴുന്നേക്കും കേട്ടോ. ആദ്യത്തെ ഒരു 3-4 ദിവസം ഇച്ചിരി വിഷമം ഉണ്ടാകുന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ശരീരവും നമ്മുടെ ബ്രെയിനും അത് പിക്കപ്പായി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ആ സമയത്ത് എഴുന്നേക്കും, പ്രാർത്ഥിക്കാനിരിക്കും. അനേക വിഷയങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. രാവിലെ എഴുന്നേക്കാത്ത ആളുകളുണ്ട്. രാവിലെ എഴുന്നേക്കിയാൽ എന്ത് ചെയ്താൽ എഴുന്നേക്കത്തില്ല. 6 മണിക്ക് എഴുന്നേക്കുന്നവരുണ്ട്. സ്തോത്രം. എന്നാൽ നിങ്ങൾ കഴിവിൻ്റെ പരമാവധി ഒരു 5:30-ക്കെങ്കിലും എഴുന്നേക്കണം. 5:30-ക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രഭാത കൃത്യം കഴിഞ്ഞാൽ ഇപ്പോൾ നേരം പ്രാർത്ഥിക്കാനൊക്കെ നല്ല സ്തോത്രം സമയമാണ്. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും ദൈവസന്നിധി ആത്മതപനം ചെയ്യുകയൊക്കെ ചെയ്യണം. സ്തോത്രം. ഒരു ബൈബിളിലെ ഒരു അധ്യായമെങ്കിലും, ഒരധ്യായം വായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു പാരഗ്രാഫെങ്കിലും ഒന്ന് വായിച്ച് ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആകുമ്പോൾ അന്നത്തേക്കുള്ള ദൈവത്തിൻ്റെ ആലോചന നിങ്ങൾ വായിച്ച ഭാഗത്തു നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. അതുകൊണ്ട് വെളുപ്പിനെ രാവിലെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഇടങ്ങാറ് പിടിച്ച ഇടപാടാണ് അല്ലേ. ഞാൻ പണ്ട് അനാഥശാലയിലായിരുന്നപ്പോഴേ, അപ്പം അനാഥശാലയായിരുന്നപ്പോൾ ഞങ്ങൾ പുഴയിൽ കുളിക്കാൻ പോകും. കുളിക്കാൻ ഞങ്ങളെ കൊണ്ടുവന്ന പുഴയിലാണ്. അപ്പോൾ അനാഥശാലയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് ഒരു 3 കിലോമീറ്റർ കാണുമായിരിക്കും പുഴയിലേക്ക്. ആ 3 കിലോമീറ്റർ നല്ല തണുപ്പത്താണ്. കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട്. ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നടക്കും. ചെവി രണ്ടും വിരലൊക്കെ ഇട്ട് പറഞ്ഞാൽ അകത്തൂടെ കാറ്റ് കയറാതിരിക്കാം. എന്നിട്ടോ പുഴയിൽ ചെന്ന് കഴിഞ്ഞാലോ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ തണുത്ത വെള്ളമാണ്. സ്വത്രം. തണുത്ത വെള്ളം. നമുക്ക് വേണ്ടി അവിടെ ദൈവം വെള്ളം ചൂടാക്കത്തൊന്നുമില്ല കേട്ടോ. തണുത്ത വെള്ളം. അതിനകത്തോട്ട് പോയി ചാടി കുളിക്കണം. കുളിച്ച് എഴുന്നേറ്റ് കയറി വരുമ്പോഴത്തേക്ക് വിറച്ച് കോച്ചിയ ഇങ്ങനെ വിറച്ചോണ്ടാണ് വരുന്നത്. സ്വത്രം. രാവിലെ ഈ പുഴയിലേക്ക് പോകാൻ 5 മണിക്ക് സാറന്മാരെ വിളിച്ച് എഴുന്നേൽപ്പിക്കും. 5 മണിക്ക് വിളിച്ച് എഴുന്നേൽപ്പിച്ച് രാവിലത്തെ പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ പുഴയ്ക്ക് പോവാണ്. ആ പുഴയ്ക്ക് പോയി കഴിഞ്ഞാൽ ആ പുഴയിൽ ചെന്ന് കുളി കഴിഞ്ഞ് തിരിച്ചു വന്ന് ആണ് ജീവിത പരിപാടികൾ ആരംഭിക്കുന്നത് തന്നെ. സ്തോത്രം. അപ്പോൾ അത്ര ചെറുപ്പത്തിലെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ 2ാം ക്ലാസ് മുതൽ, 1ാം ക്ലാസ്സുകാർക്ക് പുഴയിൽ പോകണ്ട, അവിടെ തന്നെ കുളിക്കാൻ. 2ാം ക്ലാസ് മുതൽ പുഴയിലോട്ട് പോകണം. 2ാം ക്ലാസ് മുതൽ പുഴ കൊണ്ടുപോകും. അപ്പോൾ അത്ര ചെറുപ്പത്തിൽ ഈ സമയത്താണ് എഴുന്നേറ്റ് ശീലിച്ചത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് രാവിലെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമുള്ള കാര്യമല്ല. നിങ്ങൾക്കും അറിയാം, നിങ്ങളും രാവിലെ. പിന്നെ കുറേ പേർക്ക് ഉറക്കമില്ല, അത് വേറെ സത്യം ഇല്ലേ. ഉറക്കമില്ലാത്ത ആളുകളുണ്ട്. രാത്രി സ്വപ്നം കണ്ട് പേടിച്ച് എഴുന്നേറ്റിട്ട് പിന്നെ ഉറങ്ങാത്ത ആൾക്കാരുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ഉറക്കം എങ്ങനെയാണെന്ന് ദൈവത്തിന് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്നെ സംബന്ധിച്ച് എനിക്ക് കണ്ടാൽ മതി, അന്നേരം ഞാൻ ഉറങ്ങും. പണ്ട് KSRTCയിലാണ് എൻ്റെ യാത്ര മുഴുവൻ. കൂടുതലും ഞാൻ ഉപയോഗിക്കുന്നത് KSRTCയാണ്. അപ്പോൾ KSRTCയുടെ 6 ടയർ കണ്ടാൽ തന്നെ എനിക്ക് ഉറക്കം വരും. ഞാൻ സാധാരണ ബസ്സിലോട്ട് കയറി കഴിഞ്ഞാൽ ആദ്യമേ ഞാൻ കണ്ടക്ടറെ പോയി കാണും. സാറേ ഇന്നടത്തേക്ക് പോകണം, ടിക്കറ്റ് വെച്ചു എന്ന് പറഞ്ഞ് ടിക്കറ്റിൻ്റെ പൈസയും മേടിച്ച് ടിക്കറ്റും മേടിച്ച് പോക്കറ്റ് വെച്ചിട്ട് ഞാൻ പിന്നെ അദ്ദേഹത്തോട് പറയും, സാറേ എന്നെ എഴുന്നേപ്പിച്ച് വിട്ടേക്കണേ എന്ന് പറയും. സ്തോത്രം. അങ്ങനെയാണ് എൻ്റെ യാത്ര കൂടുതലും. അതുകൊണ്ട് ഉറക്കത്തിനൊരു പഞ്ഞമില്ല. കണ്ണടച്ചാൽ മതി, അന്നേരം ഉറങ്ങിപ്പോകും. അതൊരു അനുഗ്രഹം. ഉറക്കം ഒരു അനുഗ്രഹമാണ് പ്രിയരെ. പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് ഉറങ്ങുന്ന കാര്യമല്ല ഞാനീ പറഞ്ഞത്. ഉറക്കം നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ബാലൻസിങ്ങും ഉറക്കത്തിലാണ് ശരിയാകുന്നത്. സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നേരം വെളുക്കുമ്പോൾ എഴുന്നേക്കണം. അതികാലത്ത് എഴുന്നേക്കണം. അതികാലത്ത്. സ്തോത്രം. തമിഴിലൊരു പാട്ടുണ്ട്, അതികാലയിൽ തിരുമുഖം തേടി അർപ്പണിത്തേനെന്നേ
ആരാധന തുതി സ്തോത്രങ്ങൾ അപ്പനെ ഉമക്ക് തന്തയെന്ന് ചൊല്ലി. അങ്ങനെ ഒരു പാട്ടുണ്ട് തമിഴിൽ. സ്തോത്രം. പാട്ടൊക്കെ പാടാം കേട്ടോ. ഡിസംബറിനുള്ളിൽ കീബോർഡ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവിനോട് വഴി തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ. സ്തോത്രം. ഓക്കെ, അപ്പൊ രാവിലെ വെളുപ്പിന് എഴുന്നേക്കണം. വെളുപ്പിന് എഴുന്നേക്കണം. ഒരു സമൂഹം, ഒരു സൈന്യം, ഒരു ജനം മുഴുവനും വെളുപ്പിന് എഴുന്നേറ്റ സംഭവം ഉണ്ടല്ലേ? എവിടെയാ? ന്യായാധിപന്മാർ പുസ്തകം 7-ാം അധ്യായത്തിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കുക. 7-ാം അധ്യായത്തിന് 1-ാം വാക്യം. അനന്തരം ഗിദെയോൻ എന്ന യെരുബ്ബാലും അവനോട് കൂടിയുള്ള ജനമൊക്കെയും ആദ്യകാലത്തെ പുറപ്പെട്ടു. ആദ്യകാലത്തെ പുറപ്പെട്ടു. ഇവർ അധികാലത്തെ പുറപ്പെടണം. ഇവർ എപ്പോ എഴുന്നേറ്റിട്ടുണ്ടാവും എന്നാലോചിച്ച് നോക്കി. സ്വന്തം ആദ്യകാലത്തെ എഴുന്നേറ്റു. സ്വന്തം നേരം വെളുക്കുമ്പോൾ. ഇനി ഞാനതൊരു ഫിസിക്കൽ ഫിറ്റ്നസോട് പറയാം. രാവിലെ എഴുന്നേൽക്കുന്നവർക്ക് ഇച്ചിരി ആരോഗ്യം കൂടുന്ന അപ്പം പൊതുവെ പറയുന്നത് അല്ലേ? രാവിലെ എഴുന്നേറ്റ് സ്വതന്ത്രം ആ കൈയൊക്കെ ഒന്ന് വീശി ഒന്ന് വെയിൻസൊക്കെ ഒന്ന് നേരെ രക്തോട്ടമൊക്കെ ഒന്ന് ഉണ്ടാകുമ്പോൾ ആരോഗ്യം വർദ്ധിക്കും. ഒത്തിരി പ്രശ്നങ്ങൾ മാറും. രാവിലെ ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഒരു നാരങ്ങയൊക്കെ പിഴിഞ്ഞ് വെച്ച് ഇച്ചിരി ഉപ്പിട്ട് കുടിച്ചാൽ ആ വയറൊക്കെ കുടവയറൊക്കെ മാറുന്നേ. സത്യം, ആ വയറ് മാറും. ആവശ്യമില്ലാത്ത ഫാറ്റെല്ലാം കൂടെ കത്തിപ്പോവും. അതൊരു 5-10 ദിവസം ശീലമാക്കുക. സത്യം. നേരം വെളുത്തപ്പോൾ ഇത്രയും ജനവുമായി ആദ്യകാലത്തെ പുറപ്പെടുന്ന ഗതിയോ. സ്തോത്രം. ഇത്രയും ആളെ കൊണ്ട് പോയപ്പോഴും ദൈവം അത് തടയുന്നുണ്ട് കേട്ടോ. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഇതധികം അന്നും പറയുന്നുണ്ട് ദൈവം. പക്ഷെ എന്നാലും രാവിലെ ഇത്രയാണ് എഴുന്നേറ്റല്ലോ. അതിനകത്ത് എഴുന്നേക്കാൻ വൈമനസ്യം കാണിച്ചതിനൊക്കെ ആയിരിക്കും ദൈവം ഒഴിവാക്കിയത്. അത് വേറെ സത്യം. അതൊരു പരമ രഹസ്യമാണ്, എഴുതാത്തൊരു രഹസ്യമാണ്. ആമേൻ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞു വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിയരെ, നിങ്ങളുടെ രാവിലത്തെ ഉത്സാഹത്തോടുള്ള എഴുന്നേൽപ്പുണ്ടല്ലോ, അതാണ് നിങ്ങളെ ഒരു യുദ്ധത്തിന് വേണ്ടി സജ്ജനാക്കാൻ ദൈവം നിങ്ങളിൽ കണ്ട ഗുണം. ഈ ചോയ്സ് നിങ്ങൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ കാണാം. ഒത്തിരി പേരാശു യുദ്ധത്തിന് വേണ്ടി. ദൈവം പറഞ്ഞു ഇത്രയും വേണ്ട, ഇതധികമാണ്. അവസാനം 300 പേരെ കൊണ്ടാ പോയത് അല്ലേ? 300 പേരെ കൊണ്ട്. ഈ 300 പേരുടെ രാവിലത്തെ ഉത്സാഹവും ആ എഴുന്നേപ്പും അവരുടെ ആ കിടക്കെന്നുള്ള എഴുന്നേറ്റ് വരവും നിങ്ങളൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ചില ആൾക്കാർ എഴുതിട്ട് വരുന്നുണ്ടോ, ഇന്നിനിപ്പോ ഒന്നും പറ്റിയല്ല, ഓ എന്റെ ദൈവമേ, എല്ലാ കാര്യവും തീരുമാനമായെന്നാ തോന്നുന്നേ. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് വരുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? ചില ആൾക്കാർ എഴുന്നേക്കുമ്പോൾ പറയും കാല് ഭയങ്കര വേദനയാണ്. ചില ആൾക്കാർ അന്നത്തെ ആദ്യത്തെ ദിവസം അവർക്ക് വായിന്ന് വരുന്ന രാവിലത്തെ വർത്താനം ഇതായിരിക്കും. ചില ആൾക്കാർ രാവിലെ അവരുടെ നാക്കാൻ ഇറങ്ങുന്ന വർത്താനം നടുവിന് ഭയങ്കര വേദനയാണ്. സ്വന്തം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാതെ, രാവിലെ നിങ്ങളുടെ വർത്താനം തന്നെ മെഡിക്കൽ കോളേജിൽ നിറയ്ക്കും. ആ പരുവത്തിലുള്ള വർത്താനമാണ്. സ്തോത്രം. അതേസമയം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ സ്തോത്രം, നല്ലൊരു പ്രഭാതം ദൈവം തന്നു, സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞ് ഒന്ന് എഴുന്നേറ്റ് നോക്കിയേ. സാത്താൻ വലിയ പദ്ധതിയായിട്ടാണ് നിന്റെ വീടിന്റെ വാതിൽക്കൽ നിൽക്കുന്നെങ്കിൽ സാത്താൻ പറയും, വിഷോ ഞാനൊരു ഭയങ്കര സെറ്റപ്പ് ആയിട്ടാണ് വന്നത്, ഈ ചങ്ങാതി രാവിലെ നല്ല പവർഫുൾ ആയിട്ടാണല്ലോ, ഇവിടെ നിൽക്കാതിരിക്കുന്നത് നല്ലത്. കണ്ടോ, അവന് വരെ ബോധമുണ്ട്, നമുക്കാണ് ബോധമില്ലാതെ. സ്തോത്രം. ആദ്യകാലത്ത് എഴുന്നേറ്റ സൈന്യത്തെയും കൊണ്ട് ഇത് ഞാൻ പോവാ. ആ യുദ്ധത്തിന്റെ അവസാനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ 300 പേരും ആമേൻ ഗിദെയോനോടൊപ്പം നിന്നു അല്ലേ? വിജയം കരസ്ഥമാക്കാൻ കഴിയും. എന്തുകൊണ്ടെന്നറിയോ? നേരം വെളുത്ത് എഴുന്നേറ്റോണ്ടാ. ചില ആളുകളോട് രാവിലെ 8 മണിക്ക് ഒരു സ്ഥലം വരെ പോകണം, റെഡിയായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അവർ പല്ലും തെച്ച് മുറ്റത്തിപ്പുണ്ടാവും അല്ലേ? അയ്യോ, നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞ്. ചില ആൾക്കാരോട് പറഞ്ഞാൽ മതി, പാസ് ഞാൻ പെരിന്തൽമണ്ണ വരും, അവിടെ നിൽക്കണേ, കൃത്യം 8 മണിക്ക് ഞാൻ പെരിന്തൽമണ്ണ കൂടെ പാസ് ചെയ്യും എന്ന് പറയുമ്പോഴത്തേക്ക്
കൃത്യം 8 മണിക്ക് നമ്മൾ 5 മിനിറ്റുള്ളപ്പോൾ പെരുന്തൽമണ്ണ നമ്മൾ എൻ്ററായി. നമ്മളവിടെ ചെന്ന് കിടക്കുക. ഈ ചങ്ങാതിയെ വിളിച്ചു, എവിടെയാ? വന്നോണ്ടിരിക്കുക. വേറൊരു നമ്പർ, ആ നമ്പർ വിളിച്ചു. വേറെ ആളെ കൊണ്ടാ വിളിപ്പിച്ചേ. എവിടെയാ? ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുവാണ്, കാറിന്റെ താക്കോൽ ഇവിടെ അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. കണ്ടോ, 8 മണിക്ക് വന്ന് കിടക്കുക. ഇനി ആ ചങ്ങാതി അവിടെ നിന്ന് ഓടി 1.5 മണിക്കൂർ ഓടി വന്നാലേ ഇവർക്ക് ഒരുമിച്ച് ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. സാധനം നിന്നെ കൊണ്ടൊന്നും ഒരു യുദ്ധത്തിനും കൊള്ളിയല്ല കേട്ടോ, ഒരു യുദ്ധത്തിനും കൊള്ളിയല്ല. ഒരു യുദ്ധത്തിന് കൊള്ളും അല്ലേ? ആ യുദ്ധം ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായി. എൻ്റെ പ്രിയരെ, അധികാലം എഴുന്നേറ്റ് ദൈവമുഖത്തേക്ക് നോക്കുന്ന ഒരു ദൈവവേദനെ കൊണ്ട് മാത്രമേ ദൈവം ചില കാര്യങ്ങൾ ചെയ്യിക്കുകയുള്ളൂ. അവരുടെ മേലാണ് ശക്തിയും അധികാരവും കൊടുക്കുന്നത്. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് അപ്പോസ്തലന്മാർ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ ഇന്ന് അവർ കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാം പ്രഭാതം വളരെ ഗംഭീരമായിരുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നാളത്തെ നിങ്ങളുടെ പ്രഭാതം എങ്ങനെയുണ്ട് എന്ന് ദൈവം നോക്കാൻ പോവാ. സ്തോത്രം. 5 മണിയാകുമ്പോഴത്തേക്ക് പുതപ്പ് ചൂടെ വലിച്ച് തലയിൽ കൂടെ മൂടുവോ? 6 മണിയാകുമ്പോഴത്തേക്ക് പുതപ്പിന്റെ കനം കൂടുവോ? 7 മണിയാകുമ്പോൾ 2 പുതപ്പുകൂടെ എടുത്ത് മൂടുവോ? സ്തോത്രം. നിങ്ങൾ തീരുമാനിക്കുക, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങൾ ദൈവമേ, സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, അവിടുത്തെ പുത്രന്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരികയാണ്. ഈ രാവിലെ സമയം കർത്താവേ, പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവത്തിനെ പ്രാർത്ഥിക്കുകയും ദൈവത്തോട് കർത്താവേ ഹല്ലേലൂയ ഇടിവിൽ നിന്ന് അനേകർക്ക് വേണ്ടി അഭയാചന കഴിക്കുകയും ചെയ്ത ഈ പ്രിയപ്പെട്ടവനോട് ഞാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ, ഇവിടെ ആവശ്യം കൂടുന്ന സഹായിക്കണമേ, ദൈവകൃപയുടെ മേൽ പകരണമേ. ആമേൻ. പ്രാർത്ഥനാ മനുഷ്യനാക്കി ദൈവരെ മാറ്റണമേ. ദേശത്ത് പ്രാർത്ഥനാ മനുഷ്യന്മാർ എഴുന്നേൽക്കട്ടെ കർത്താവേ. ഈ പ്രിയപ്പെട്ടവനെ, ഈ സഹോദരി, ഈ സഹോദരനെ, കുഞ്ഞിനെ, മാതാവിനെ, ഈ പിതാവിനെ കർത്താവ് ഞാൻ അങ്ങനെ കരങ്ങൾ തന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ ശക്തമായിട്ട് ഉപയോഗിക്കണമേ, കൃപ ചെയ്യണമേ, ദേശത്തിന്റെ കാവൽക്കാരാക്കി നിർത്തണമേ കർത്താവ്. ഏർലി മോർണിംഗിൽ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ ആലോചന പ്രാപിപ്പാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയം തുറന്നടിയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥന ഞാനും കേട്ടതെന്ന് യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തു. God chosen from somewhere. ആമേൻ. കർത്താവിന് വേണ്ടി നിൽക്കാൻ, പ്രയോജനപ്പെടാൻ. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിൽക്കാം, പ്രയോജനപ്പെടാം. പ്രഭാതത്തിൽ എഴുന്നേൽക്കാം, കർത്താവിനെ മുഖത്തെ അന്വേഷിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.